ബിസിനസ് സ്റ്റഡീസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, ഓർഗനൈസിംഗ് ചാപ്റ്ററിലെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ്, ഔപചാരിക സംഘടനയും അതുപോലെ തന്നെ അനൗപചാരിക സംഘടനയും. അപ്പൊ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. Formal organization is an organization structure deliberately created by the top level management to achieve organizational objectives. It clearly defines the job to be performed by each individual, and it also specifies authority and responsibility assigned to individuals. Formal organization is an organization structure deliberately created by the top level management for the attainment of organizational objectives. Here in the formal organization clearly define the authority responsibility relationship, jobs and positions of each employee, etc. And the communication in this formal organization is only through scalar chain. That is, communication passes from top to bottom and bottom to top only through the line of authority or scalar chain. അപ്പോൾ എന്താണ് ഔപചാരിക സംഘടന എന്നുള്ളതാണ്. ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് വളരെ കൃത്യമായ ആശയത്തോടും വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടും കൂടി രൂപീകൃതമായിട്ടുള്ള സ്ഥാപനത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഘടനയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔപചാരിക സംഘടന എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന സ്കൂളുകളായാലും ഹോസ്പിറ്റലുകളായാലും ബിസിനസ് സ്ഥാപനങ്ങളായാലും ഇങ്ങനെയുള്ള രൂപീകൃതമായിട്ടുള്ള സംഘടനകളൊക്കെ എന്താണ്, ഔപചാരിക സംഘടനകളാണ്. അവിടെ വ്യക്തമായ അതോറിറ്റി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. ആരാണ് അതിന്റെ ടോപ്പ് ലെവലില്, ആരാണ് മിഡിൽ ലെവലില്, ആരാണ് ലോവർ ലെവലിൽ എന്നൊക്കെ വളരെ വ്യക്തമായി തീരുമാനിക്കപ്പെടും. ഓരോരുത്തരുടെയും അധികാരം അവിടെ കൃത്യമായി സ്പെസിഫൈ ചെയ്യും. ഓരോരുത്തരുടെയും ജോബ് എന്താണ് അത് കൃത്യമായിട്ട് പറയും. ഓരോരുത്തരുടെ പ്രവൃത്തിയിലൂടെയും നേടിയെടുക്കപ്പെടേണ്ടുന്ന ലക്ഷ്യങ്ങൾ എന്താണ് അതും വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘടനയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഘടനയാണെങ്കിൽ അതിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻസ് എന്ന് പറയും. നമ്മൾ കാണുന്ന ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഫോർമൽ ഓർഗനൈസേഷൻസ് ആണ്. സ്കൂളുകൾ അതെ, കോളേജുകൾ അതെ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എന്താണ്, ഔപചാരിക സംഘടനകളാണ്. ഗവൺമെന്റ് ഔപചാരിക സംഘാടനത്തിന്റെ ഭാഗമാണ്. അവിടെ മുഖ്യമന്ത്രിയാണ് ടോപ്പ് ലെവലിലുള്ളത്, മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്, ബ്യൂറോക്രസി ഉണ്ട്. അങ്ങനെ കാണുന്നതൊക്കെ നമുക്ക് വ്യക്തമായ അധികാരവും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും നിർവചിക്കപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സ്ഥാപന ഘടനയാണെങ്കിൽ ആ സ്ഥാപന ഘടനയാണെന്ന് പറയുക ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. ഉദാഹരണങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് കാണുന്ന സ്കൂളുകളും കോളേജുകളും ഒക്കെ എന്താണ്, ഔപചാരിക സ്ഥാപന ഘടനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഫോർമൽ ഓർഗനൈസേഷൻ? ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. ഞാൻ പറഞ്ഞു എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, മാനേജ്മെന്റ് വളരെ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് മുൻനിർത്തിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥാപന ഘടനയാണ്. വളരെ വ്യക്തമായ ആശയത്തോടു കൂടിയും വളരെ വ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി രൂപീകൃതമായിട്ടുള്ള സ്ഥാപന ഘടനയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ്. പിന്നെ അടുത്ത രണ്ടാമത് പറയുന്നത് ഡിഫൈൻ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. Here in the formal organization, there will have the clear definition of superior subordinate relationship through their authority and responsibility. ആരാണ് മേലുദ്യോഗസ്ഥനെന്നും
ആരാണ് കീഴുദ്യോഗസ്ഥനെന്നും വളരെ വ്യക്തമായി അവരുടെ അധികാര ഉത്തരവാദിത്തങ്ങളുടെ നിർവചനത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അപ്പൊ ആരാണ് മേലുദ്യോഗസ്ഥൻ, ആരാണ് കീഴുദ്യോഗസ്ഥൻ എന്നൊക്കെ വളരെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപന ഘടനയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് മൂന്നാമത് പറയുന്നത് ഒഫീഷ്യൽ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ ആൾസോ always following the scalar chain for communication. That is from top to bottom and from bottom to top through by following scalar chain and in the written form, that is in the black and white form. എഴുതിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഭൂരിഭാഗമായിട്ടും എവിടെ നടക്കുക, ഫോർമൽ ഓർഗനൈസേഷനിൽ നടക്കുക. അത് എവിടുന്ന് വന്നു, എവിടത്തേക്ക് പോകുന്നു എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാകുക. ഫ്രം ടു എന്നൊക്കെ എഴുതിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇല്ലേ, ലെറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതൊക്കെ എന്താണ്, ഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അത് അയക്കുന്നവരുടെ സിഗ്നേച്ചർ ഉണ്ടാവും, അത് പിന്നെ ലഭിക്കേണ്ടത് ആരാണോ അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഫോർമൽ ഓർഗനൈസേഷനിലാണ് ഇത്തരത്തിലുള്ള ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകുക. The next character is that formal organization always emphasizes the work, no personal relation. വർക്കിനാണ് പ്രാധാന്യം, ലക്ഷ്യത്തിനാണ് പ്രാധാന്യം, ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിനുള്ള അധികാരവും ഉത്തരവാദിത്വം ഒക്കെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ അവിടെ എന്താണ് പേഴ്സണൽ റിലേഷൻസിന് വളരെ പ്രാധാന്യം നൽകാത്ത ഒരു സ്ഥാപന ഘടനയാണ് ഇത് ഈ പറയുന്ന ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്, റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ക്ലിയർലി ഡിഫൈൻഡ്. That is, in the formal organization, there will have a clear-cut rules and regulations. വളരെ വ്യക്തമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപന ഘടനയാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി. That is, all communications are through scalar chain. And all have defined their authority and responsibility, so we can easily fix the responsibility of doing a particular job or for the attainment of a particular objective. ഏത് ലക്ഷ്യം നേടിയെടുക്കുന്നത് ആരാണ്, അവർ ആരുടെ പ്രവൃത്തിയിലൂടെയാണ് ആ ലക്ഷ്യം നേടിയെടുക്കേണ്ടത്, ആരാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും. നോ ഓവർലാപ്പിംഗ് ഓഫ് വർക്ക്. അതായത് ഫോർമൽ ഓർഗനൈസേഷനിൽ ഒരാൾ ചെയ്യുന്ന വർക്ക് വേറൊരാൾ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഓവർലാപ്പിംഗ് ഇല്ല എന്ന് പറയാൻ കാരണം. അതായത് എല്ലാം ഡിഫൈൻഡ് ആണ്, വളരെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ വർക്ക് വേറൊരാള് ചെയ്യേണ്ടി വരുന്നില്ല ഇവിടെ ഫോർമൽ ഓർഗനൈസേഷനിൽ. പിന്നെ പറയുന്നു എൻഷുർ യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു അതായത് കീഴുദ്യോഗസ്ഥൻ ആരാണ്, മേലുദ്യോഗസ്ഥൻ ആരാണ് എന്നൊക്കെ നിർവചിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഒരു കീഴുദ്യോഗസ്ഥൻ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തില് യൂണിറ്റി ഓഫ് കമാൻഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. അതായത് ഒരു കീഴ് ജീവനക്കാരന് വ്യക്തതയുണ്ടാവും ആരാണ് എന്റെ മേലുദ്യോഗസ്ഥൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, യൂണിറ്റി ഓഫ് കമാൻഡ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ. പറയുന്നത് എന്താണ്, സിസ്റ്റമാറ്റിക് വർക്കിംഗ് ആണ്. ഒരു സ്ഥാപനത്തില് വർക്കിംഗ് സിസ്റ്റമാറ്റിക് ആയിരിക്കും. അതായത് സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്യുന്നുണ്ട് ആരാണ് ഓരോ വർക്കും ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി നിർവചിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് വർക്കിംഗ് ഉണ്ട്. പിന്നെന്താണ്, കോർഡിനേഷൻ. ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്, കോർഡിനേഷൻ ആണ്. വി കൻ ഈസിലി കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് ഡിഫറെന്റ് എംപ്ലോയീസ് or different sections and different groups because their authority, responsibility, objectives, etc. are clearly defined. ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്, ഓരോരുത്തരുടെയും അധികാരം എന്താണ്, അവരുടെ ഉത്തരവാദിത്തം എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ആ ലക്ഷ്യത്തിനനുസൃതമായി കൊണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇവിടെ ഫോർമൽ ഓർഗനൈസേഷനിൽ. ഇത്രയും 5 അഡ്വാൻറ്റേജുകളാണ് പറയുന്നതെങ്കിലും അതിന് ഒരുപാട് ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. ഒന്ന് ഡിലേയിങ് ആക്ഷൻസ് ആണ്. ഡിലേയിങ് ആക്ഷൻ അതായത് പ്രവർത്തന മാന്ദ്യം സംഭവിക്കുന്നു. ഇവിടെ
ഈ ഫോമൽ ഓർഗനൈസേഷൻ നമ്മളിപ്പോ കാണുന്നുണ്ട്. പിന്നെ എന്താണ്, ഗവൺമെന്റ് തലത്തിൽ ഒരു ഓർഡർ ഒക്കെ ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് most of the communications are through scalar chain, so it will take time to get an order or time to issue an order and to execute that order also. എന്തെങ്കിലും ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു സമയം ഉണ്ടാവും. അത് എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തെത്താൻ ഒരു കാലതാമസം ഉണ്ട്. കാരണം സ്കാലാർ ചെയിൻ ആണ്, വിവിധ തലങ്ങളിലൂടെ മാത്രമേ അത് സഞ്ചരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫർമേഷൻ, ഒരു ഓർഡർ ടോപ്പ് ലെവലിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോവർ ലെവലിലേക്ക്, എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് കുറെ സമയം എടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്ഥാപനത്തിൽ പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കാതെ വരുന്നു. അതാണ് ഡിലേ ഇൻ ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോ സ്കോപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി, അതായത് ഒരു വർക്കർക്ക് അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം എല്ലാം അവിടെ പ്രീ ഡിഫൈൻഡ് ആണ്. അവർക്ക് അവരുടെ പിന്നെന്താണ്, അവർക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്ന് മാത്രമേ ഫോർമൽ ഓർഗനൈസേഷനിൽ സാധ്യമാവുള്ളൂ. അല്ലാതെ എന്ത് പറ്റില്ല, ആ സ്ഥാപനത്തില് എന്താണ് സമയത്ത് ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള പെർഫോമൻസ് ആർക്ക് നടത്താൻ സാധിക്കില്ല, വർക്കേഴ്സിന് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് സ്കോപ്പ് ഓഫ് ക്രിയേറ്റിവിറ്റി, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല ഏതിലൂടെ, ഫോമൽ ഓർഗനൈസേഷനിലൂടെ എന്ന് പറയുന്നു. അതാണ് അടുത്ത ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ലാസ്റ്റ് ലിമിറ്റേഷൻ പറയുന്നതാണ് നോ പേഴ്സണൽ കോൺടാക്ട്, ദാറ്റ് ഈസ് എംഫസിസ് ഓൺ വർക്ക് ഓൺലി. വ്യക്തി താല്പര്യത്തിന് തീരെ പ്രാധാന്യം നൽകാത്ത ഒരു എന്താണ്, വ്യക്തിപരമായ റിലേഷൻസിന്, ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകാത്ത ഒരു ഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ വർക്കിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. വർക്ക് ചെയ്യുക, അതിലൂടെ ലക്ഷ്യം നേടിയെടുക്കുക, അതിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. അത് എംഫസിസ് ഓൺ വർക്കാണ്, നോട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇത്രയാണ് ഫോമൽ ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ളത്. അതായത് ഔപചാരിക ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഏത് കാറ്റഗറിയിൽ പെടുത്താം, ഫോമൽ ഓർഗനൈസേഷനിലേക്ക് പെടുത്താം. ഇനി അടുത്ത ടോപ്പിക് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണുള്ളത്, രണ്ട് തരത്തിലുള്ള ഘടനകളാണുള്ളത്. ഒന്ന് ഫോർമലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഘടനയും മറ്റ് ഇൻഫോർമലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഘടനയും. അതായത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അനൗപചാരിക സംഘടനകൾ. Informal organization. Informal organization means the organization structure created spontaneously on the basis of personal relationship between the employees or members of the organization. It is an independent organization working within the formal organization. It is developed or created on the basis of a spontaneous personal relationship. വ്യക്തികളുടെ സൗഹാർദ്ദപരമായും മറ്റേതെങ്കിലും താല്പര്യപരവുമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളാൽ രൂപീകൃതമാകുന്ന ഒരു കൂട്ടത്തെയാണ് എന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വർക്കിംഗ് വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനിലാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്, ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. അവിടെ മുൻകാലങ്ങളിൽ ഒന്നിച്ചു പഠിച്ചവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശത്ത് വരുന്നവരോ അല്ലെങ്കിൽ പ്രത്യേക കഴിവുള്ളവരോ, ഇപ്പൊ സ്പോർട്സിൽ ക്രിക്കറ്റ് കളിക്കുന്നവരോ ഫുട്ബോള് കളിക്കുന്നവരോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കുന്നവരോ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ പ്രത്യേക ഗ്രൂപ്പുകളായിട്ട് മാറാറുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ഇപ്പൊ +2 പഠിക്കുന്ന നിങ്ങള് 10ാം ക്ലാസ് ഒന്നിച്ച് പഠിച്ചവരാണെങ്കിൽ അവരൊരു ഗ്രൂപ്പ് ആയിരിക്കും. അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ചു എന്നുള്ളത് മാത്രമേ അവിടെ ഒരു അടിസ്ഥാനപരമായി എടുക്കുന്നുള്ളൂ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് +2 ക്ലാസ് ആണ്. ആ ക്ലാസ്സിൽ ഇൻഫോർമൽ ആയിട്ടുള്ള കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാവും. 10ാം ക്ലാസ് ഒന്നിച്ച് പഠിച്ചവര്, ഒരു നാട്ടിൽ നിന്ന് വരുന്നവര്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നവര്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നവര്, ഇങ്ങനെയുള്ള പല പല ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. അങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫോർമൽ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് എ spontaneous relationship that is not created by the management.
ഇത് സ്പോണ്ടേനിയസ് റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ്, അല്ലാതെ അത് ആര് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതല്ല, മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളല്ല എന്ന് പറയും. ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്, എന്താണ് കൾച്ചറൽ ഓർഗനൈസേഷൻസ്, ക്ലബുകള്, ആർട്ട് ക്ലബായാലും സ്പോർട്സ് ക്ലബായിട്ടുള്ള ക്ലബുകൾ ഒരു സ്ഥാപനത്തിന് ഇടയിൽ, അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂളില് ഒരു ഒരു ആർട്ട് ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നു. അതൊരു ഇൻഫോർമൽ, അതായത് പാടാൻ അറിയുന്ന കുട്ടികൾ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ചേർന്നിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ഇൻഫോർമൽ ഗ്രൂപ്പുകളാണ്. ഫോർമൽ എന്ന് പറയുന്നത് അവിടെയുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനകത്ത് ഉള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളെയാണെന്ന് പറയുകയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നത്. ഒന്നാമത് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഫോംഡ് ഓട്ടോമാറ്റിക്കലി നോട്ട് ഡെലിബറേറ്റ്ലി. ഇത് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളാണ്. ഡെലിബറേറ്റ് ആയിട്ട് ആരെങ്കിലും പ്രത്യേക നിർദ്ദേശം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് കൊണ്ടോ അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളല്ല. ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ഇത് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് എ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് സൈക്കോളജിക്കലി സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അയാളുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ഇത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത് പറയുന്നത് ഇറ്റ് ഹാവ് നോ ഫിക്സഡ് ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു സ്കാളർ ചെയിൻ ഫോളോ ചെയ്യുന്നില്ല. അതായത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതിന് ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അത് എവിടുന്ന് വരുന്നു, അത് എവിടത്തേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ. അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, സോഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് എവിടെ ഉണ്ടാവുക, ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. എനിവൺ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനിബഡി. അങ്ങനെയാണ്, ആർക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം. അതിന്റെ സോഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത കമ്മ്യൂണിക്കേഷൻ ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷനെയാണ് ഗ്രേപ്പ് വെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ കോമൺ ഇൻട്രസ്റ്റ്. ഒരു പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള റിലേഷൻഷിപ്പാണ്. ക്രിക്കറ്റ് കളിക്കുന്നവര്, അല്ലെങ്കിൽ ഒരു നാട്ടിൽ നിന്ന് വരുന്നവര്, മുന്നേ ഒന്നിച്ച് പഠിച്ചവര് എന്നൊക്കെ പറയുന്ന ഒരു ചില റിലേഷൻസ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് പറയുന്നു ഫുൾഫിൽ സോഷ്യൽ നീഡ്സ്. അതായത് നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള താല്പര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ സബലീകരിക്കാൻ പറ്റും. ഇപ്പം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നിച്ച് അവരുടെ ആ ഒരു താല്പര്യത്തെ സബലീകരിക്കാൻ വേണ്ടി സാധിക്കും. ദെൻ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ എന്താണ്, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. വളരെ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും. അങ്ങനെയുള്ള ഒരു നേട്ടം ഏതുണ്ട്, ഇൻഫോർമൽ ഓർഗനൈസേഷനിലുണ്ട്. നമ്മുടെ റൂമേഴ്സ് എന്ന് പറയുന്നില്ലേ, ഈ റൂമേഴ്സ് ഒക്കെയാണ് വളരെ സ്പ്രെഡ് ആവുക. അതിന് ഇത് എവിടുന്ന് വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ചും കൂടെ സ്പീഡായിട്ട് സ്പ്രെഡ് ആവുന്നതാണ് റൂമേഴ്സ്. അപ്പൊ റൂമേഴ്സ് ആണ് പ്രധാനമായിട്ടും ഇവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് കറക്റ്റ് ഫീഡ്ബാക്ക്. അതായത് മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റിന് എന്തെങ്കിലും ഒരു പോളിസിയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ചോ ഉള്ള കൃത്യമായ ഫീഡ്ബാക്ക് ഏതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും, ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഒരു ഓർഡർ ഇറക്കി കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ ഡ്രോബാക്സും മെറിറ്റ്സും ഒക്കെ പേഴ്സണൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അത് ഇൻഫോർമൽ ആയിട്ട് നടക്കുന്ന അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അവിടെ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഫീഡ്ബാക്ക് കിട്ടും. അത് അങ്ങനെ പ്രയാസമുണ്ട് എന്നൊക്കെയുള്ള ഫീഡ്ബാക്ക് പെട്ടെന്ന് തന്നെ വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൊണ്ട് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഫീഡ്ബാക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താണ്, കോംപ്ലിമെന്ററി ടു ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. കോംപ്ലിമെന്ററി ടു ഫോർമൽ ഓർഗനൈസേഷൻ, അതായത് ഫോർമൽ ഓർഗനൈസേഷന്റെ സമാനമായിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് പോകുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ടും രണ്ടാണ്, പക്ഷെ എന്നാലും പരസ്പര സഹകരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇത് ഈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു മീറ്റ് പേഴ്സണൽ നീഡ്സ്. വ്യക്തികൾക്ക് അവരുടെ താല്പര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഒരു ദേശത്ത് നിന്ന് വരുന്ന സുഹൃത്തുക്കൾക്ക് അവരുടെ ആ സൗഹൃദം എന്ന് പറയുന്ന വ്യക്തിപരമായ ആവശ്യമാണ്. ആ ആവശ്യം അവർക്ക് സബലീകരിക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കും. ഈ പറയുന്ന ഫോമൽ ഓർഗനൈസേഷനിലൂടെ ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെ സാധിക്കും. ഫോമൽ ഓർഗനൈസേഷനിലൂടെ എന്ത് മാത്രമേ സാധിക്കുള്ളൂ? ഫോമൽ ഓർഗനൈസേഷനിലൂടെ സ്ഥാപനത്തിൽ ലക്ഷ്യം നേടുക എന്നുള്ള പറയുന്ന ഒരു ഉദ്ദേശം മാത്രമേ സബലീകരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇൻഫോമൽ ഓർഗനൈസേഷനിൽ എന്താണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യകതകളെ കൂടി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്? ഇൻഫോമൽ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഒന്നാമത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇൻഫോമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് റൂമേഴ്സ് ആണ്. അപ്പോ സ്പ്രെഡ് ഓഫ് റൂമേഴ്സ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലിമിറ്റേഷൻ. വി കനോട്ട് ഐഡന്റിഫൈ ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എവിടുന്നാണ് ഇങ്ങനെയൊരു വിവരം വരുന്നത് എന്ന് നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ആ ഒരു അനൗപചാരിക ഗ്രൂപ്പിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നു. പിന്നെ രണ്ടാമത് പറയുന്നത് മോർ ഇൻട്രസ്റ്റ് വിൽ ബി ഗിവൺസ് ടു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. വ്യക്തി താല്പര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുക. സ്ഥാപനത്തിന് താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കുറയും. സ്ഥാപനത്തിൽ ലക്ഷ്യം നേടുന്നതിലുപരിയായിട്ട് അവർക്ക് താല്പര്യം അവരുടെ സൗഹൃദത്തെയും അവരുടെ കൾച്ചർ പ്രോഗ്രാം ആണെങ്കിൽ അതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് ഉള്ള ക്രിക്കറ്റിന് ഉള്ള ടീമാണെങ്കിൽ അവർക്ക് അതിന്റെ കളിയെ കുറിച്ച് സ്ഥാപനത്തിൽ ലക്ഷ്യം അവർക്ക് വളരെ താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ പറയുന്നത് പ്ലാൻ പോളിസി ഒന്നും കൃത്യമായിട്ട് ആര് ഫോളോ ചെയ്യില്ല. ഇതിലെ ഓർഗനൈസേഷനിലുള്ള ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അവർ ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൽ എന്താണ് നെഗറ്റീവ് റിസൾട്ട് മേ ബ്രിങ് നെഗറ്റീവ് റിസൾട്ട്. സ്ഥാപനത്തിൽ നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത്രയാണ് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും എന്ന് പറയുന്ന ടോപ്പിക്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്.